ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപിന്റെ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമയായ ബബ്ബ എന്ന സിനിമയുടെ കാത്തിരുന്ന അപ്ഡേറ്റ് മറ്റന്നാൾ ജൂലൈ 4-ാം തീയതി പുറത്തുവരാനായിട്ട് ഇറങ്ങുകയാണല്ലോ. എന്താണ് അപ്ഡേറ്റ് എന്നൊരു അപ്ഡേറ്റ് ഇതുവരെ ഗോകുല മൂവീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും നിലവിലെ ശക്തമായ റൂമേഴ്സ് പ്രകാരം സിനിമയുടെ ടീസർ വരുമെന്നാണ് റിപ്പോർട്ട്. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടൻ കൂടി കാമിയോ അതല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലെത്തുന്ന സിനിമയാണല്ലോ ബബ്ബ. മറ്റന്നാൾ ജൂലൈ 4-ാം തീയതി സിനിമയുടെ ടീസർ പുറത്തു വരുമ്പോൾ ആ ടീസറിൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. എന്നാൽ ലാലേട്ടൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇടക്കാലത്ത് ലാലേട്ടൻ സിനിമയിൽ വല്ല ഷോർട്സ് വല്ലതും അഭിനയിക്കാനായിട്ട് എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ലാലേട്ടന്റെ വോയിസ് ഓവർ ടീസറിൽ ഉണ്ടാകും, പക്ഷേ ലാലേട്ടന്റെ രംഗങ്ങൾ ടീസറിൽ ഉൾപ്പെടുത്താൻ സാധ്യതകൾ കുറവാണ്. ഇനി ലാലേട്ടന്റെ സിനിമയിലെ ഷൂട്ടിംഗ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ജൂലൈ 4-ാം തീയതി തന്നെ സിനിമയിലെ ലാലേട്ടന്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാറ്റങ്ങളുണ്ട് എന്നൊരു റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. ജൂലൈ 4 മുതൽ 10 ദിവസത്തെ ഷൂട്ട് ലാലേട്ടന് ഈ സിനിമയിൽ ഉണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ 10 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞാലും ലാലേട്ടൻ സിനിമയിലെ ഒരു പ്രൊമോ ഷൂട്ടിൽ കൂടി പങ്കെടുക്കും. സിനിമയുടെ തിയേറ്റർ റിലീസിന് മുന്നേ ആ പ്രൊമോ വീഡിയോ പുറത്തു വരുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ ടീസറിന് 2 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ബബ്ബയുടെ നാളെ വരാനിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട്. നിവിൻ പോളി നായകനെ എത്തുന്ന സൂര്യ, അഞ്ജലി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ഒരു തമിഴ് സിനിമയാണല്ലോ റാം സംവിധാനം ചെയ്യുന്ന 7 കടൽ 7 മലൈ. 2021-2022 കാലയളവിൽ ഷൂട്ട് പൂർത്തീകരിച്ച സിനിമയായിരുന്നിട്ടും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. ഈ സിനിമയുടെ സംവിധായകൻ റാമിന്റെ ഏറ്റവും പുതിയ സിനിമയായ പറന്തപ്പോ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ 7 കടൽ 7 മലൈ എന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് സംവിധായകൻ പുറത്തുവിടുമ്പോൾ അടുത്ത 3 മാസത്തിനുള്ളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്നും നിലവിൽ സിനിമയുടെ OTT ഡിസ്കഷൻസ് എല്ലാം തന്നെ നടക്കുകയാണ് എന്നൊരു റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ സംവിധായകൻ പുറത്തുവിട്ടിരിക്കുന്നത്. പല ഫെസ്റ്റിവലിലെല്ലാം തന്നെ പ്രദർശിപ്പിക്കപ്പെട്ട ഈ സിനിമയുടെ ഇതുവരെ പുറത്തുവന്ന വീഡിയോ കണ്ടന്റ്സ് എല്ലാം തന്നെ വളരെ ക്വാളിറ്റി നിറഞ്ഞതാണ്. കാത്തിരിക്കാം നിവിന്റെ തമിഴ് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.